ആദ്യം തന്നെ മാതാവിൻ്റെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എൻ്റെ പേര് മിനി, എൻ്റെ ഭർത്താവിൻ്റെ പേര് ജെയ്സൺ. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മുണ്ടൂർ എന്ന് പറഞ്ഞ ദേശത്തു നിന്നാണ് വരുന്നത്. ഞങ്ങളിവിടെ ഉടമ്പടി എടുത്തത് 2022 മാർച്ച് 3 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ ജീവിത പങ്കാളിക്ക് 10 വർഷമായിട്ടുള്ള മുഖത്ത് ഒരു മുഴ കണ്ടു. ആ മുഴ തുടർന്ന് കുറച്ച് മുഴകൾ കൂടി വന്നു തുടങ്ങി. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ മുഴ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തപ്പോൾ അവർ കണ്ണിലേക്കുള്ള ഞരമ്പ് കട്ട് ചെയ്തു. അങ്ങനെ അവർ കട്ട് ചെയ്തപ്പോൾ കണ്ണിലേക്കുള്ള കണക്ഷൻ പോയപ്പോൾ കണ്ണ് അടയാനോ, കണ്ണിൽ നിന്ന് വെള്ളം അങ്ങനെ വന്നുകൊണ്ടിരിക്കുക, മുഖം ഒരു സൈഡിലേക്ക് കോടി. അങ്ങനെ അവരൊരു 5-6 മാസം കഴിഞ്ഞിട്ടും 9 മാസമായിട്ടും ഇത് അതേപോലെ തന്നെയാണ്, ഒരു മാറ്റവും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണടയുന്നതിന് വേണ്ടി ഒരു ഓപ്പറേഷൻ കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി ഇവിടെ വന്ന് ചേട്ടൻ്റെ ചേച്ചിയായിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പ്രാർത്ഥിച്ച ആൾക്ക് മാറും എന്നുള്ള വിശ്വാസം ആൾ പറഞ്ഞുകൂടി ഞങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ആൾക്ക് 3 മാസത്തിന് ഉടമ്പടി എടുത്ത് ഒരു 3 മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെ ഇപ്പോൾ ആൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. ഇപ്പോൾ കണ്ണടയുണ്ട്, ഓപ്പറേഷനൊന്നും കൂടാതെ തന്നെ കണ്ണടഞ്ഞു തുടങ്ങി, എല്ലാ മുഖത്തെ കോട്ടം മാറി. അതുപോലെ കുറേ അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് ദൈവം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു സാക്ഷിയാണ്, ആൾക്ക് ഒരു 25 വർഷമായിട്ടുണ്ട് കിഡ്നിയിൽ കല്ലാണ്. അത് എല്ലാ കൊല്ലവും വേദന വരും, കല്ല് വരുമ്പോൾ അത് പൊടിക്കും. അങ്ങനെയാണത് മുന്നോട്ട് പോയിരുന്നത്. അങ്ങനെ ഇവിടെ ഉടമ്പടി വെച്ച് മാതാവിൻ്റെ തൈലും ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു. ഒരു ദിവസം ജെയ്സന് ഇതുപോലെ വേദന വന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു കല്ല് മൂത്രസഞ്ചിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, അത് നാളെ ഭക്ഷണം കഴിക്കാതെ വന്ന് ഒരു എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ എക്സ്റേ എടുക്കാനായിട്ട് ജെയ്സനും പോയപ്പോൾ എക്സ്റേയിൽ കല്ല് കാണാനില്ല. അങ്ങനെ വീണ്ടും അവർ പറഞ്ഞു കല്ല് കാണാനില്ല, നിങ്ങളൊരു സ്കാനും കൂടി ചെയ്തിട്ട് വയോ എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തു, അതിലും കല്ല് കണ്ടില്ല. അങ്ങനെ ജെയ്സൺ അറിയാതെ തന്നെ ജെയ്സൻ്റെ കല്ല് ദൈവം മാതാവ് മാറ്റി തന്നു. ഇപ്പോൾ 2 വർഷമായിട്ട് കല്ലിൻ്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 25 വർഷമായിട്ടുള്ള ഷുഗറാണ്. അത് 300-350 ആയിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള കുറേ രോഗങ്ങൾ, കൈത്തരിപ്പ്, പിന്നെ യൂറിൻ ഇൻഫെക്ഷൻ, അങ്ങനെ കുറേ അസുഖങ്ങളായിരുന്നു. ക്ഷീണം, എപ്പോഴും കിടക്കണം എന്നുള്ളൊരവസ്ഥയായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഈ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഈ രോഗങ്ങളൊക്കെ, ഷുഗറൊക്കെ എനിക്കിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് 94ലേക്ക് എത്തി. അത്രയും ഭയങ്കര മാറ്റം. ഇപ്പം ഞാൻ ഹെൽത്തി ആയിട്ടിരിക്കുന്നു, ഹാപ്പിയാണ്. ദൈവം എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട്. എല്ലാ കാര്യത്തിനും എനിക്കൊരു വിഷമ സാഹചര്യങ്ങൾ വന്നാലും അപ്പോൾ എൻ്റെ കൂടെ മാതാവ് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാതാവിൻ്റെ കൈ പിടിച്ച് തന്നെയാണ് നടക്കുന്നത്. ഇനിയും എനിക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ മാതാവിന് വഴി എനിക്ക് കിട്ടണം. ഞാനിവിടെ വന്നുകൊണ്ടിരിക്കും, മാതാവ് തന്നെ എന്നെ അനുഗ്രഹിക്കും. അതുപോലെ ഞങ്ങൾക്കൊരു സാക്ഷ്യം കൂടിയുണ്ട്. ഞങ്ങൾക്ക് കിണർ കുത്തിയിട്ട് അതിൽ ഒരു വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കൂത്താടി വരും, വെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഞാൻ അതിൽ ഉപ്പ് കിണറ്റിൽ വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടിട്ടു. ഇപ്പോൾ 2-3 വർഷമായിട്ട് കൂത്താടി എന്ന് പറഞ്ഞ സാധനം കാണാനില്ല. അതും മാതാവ് അനുഗ്രഹിച്ചു. ഇപ്പോൾ വെള്ളം ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിന് മാതാവിന് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം, പത്രം വാങ്ങിക്കും, അത് ഹോസ്പിറ്റലുകളിലും പിന്നെ അതുപോലെ ബസ് സ്റ്റോപ്പിലും എനിക്ക് എവിടെയാണ് പറ്റുന്നതെങ്കിൽ അവിടെയൊക്കെ ഞാൻ കൊടുക്കും. പ്രാർത്ഥിച്ച് തന്നെ കൊടുക്കുക, അവർക്കൊരു അത്ഭുതം കാണിക്കട്ടെ. മാതാവിൻ്റെ വിഷമം എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ വിഷമം മാതാവിനറിയാലോ. മാതാവ് തന്നെ അവരിൽ അത്ഭുതം പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത്. അതുപോലെ രോഗികൾക്ക് എന്നെ കൊണ്ട് പറ്റുന്ന സഹായം, പൈസ ആയിട്ടോ അല്ലെങ്കിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനുള്ളതായിട്ടോ ഭക്ഷണമായിട്ടോ എന്തെങ്കിലും ആയിട്ട് ഞാൻ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. പ്രേക്ഷിത പ്രവർത്തനം, പത്രം കൊടുക്കുക, പൈസ രോഗികൾക്ക് കൊടുക്കുക, ഇതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആത്മീയ ജീവിതത്തിൽ ഇപ്പോൾ കൂടുതൽ കുർബാന കാണാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവും. അതുപോലെ മാസത്തിലൊരു കുമ്പസാരിക്കും. അതുപോലെ കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. അതിനും മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകുന്നില്ല, എപ്പോഴും പ്രാർത്ഥനയോടുകൂടെ തന്നെ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് മാതാവിനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിനൊത്തിരി നന്ദി പറയുന്നു. താങ്ക് യു മാതാവേ. എല്ലാം ചെയ്തതിന് മാതാവിന് നന്ദി പറഞ്ഞു. 1000 നന്ദി. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലെ 30-ാം അധ്യായം 17-ാം വചനമാണിത്.
ഞാൻ നിന്നെ സുഖപ്പെടുത്തും, നിന്റെ മുറിവുകൾ ഞാൻ സൗഖ്യപ്പെടുത്തും. ആരെല്ലാം മറന്നാലും അവസാനിക്കാത്ത ഒരു സ്നേഹമാണ്, നമ്മളെ മറക്കാത്ത ഒരു സ്നേഹമാണ് ഈശോയും അമ്മയ്ക്കും നമ്മളോടുള്ളത്. നമ്മുടെ കണ്ണുനീർ അമ്മ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിക്കും. നമ്മുടെ നിരാശയിലാണ് നമുക്ക് ആശ്വാസം നൽകുന്ന നമ്മുടെ അമ്മയും ഈശോയുമാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് പറ്റാത്തായി വരുന്ന കാര്യങ്ങൾ, അസാധ്യമാണെന്ന് പറയുന്ന കാര്യങ്ങൾ, പലപ്പോഴും ഡോക്ടേഴ്സ് മേ ബി ഗിവ് അപ്പ് ദ പ്രോബ്ലം ഹോപ്പ് എന്ന് വെച്ചാൽ പ്രതീക്ഷയില്ലാത്ത കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ പ്രത്യക്ഷപ്പെട്ട, ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഇത് ഞങ്ങൾക്കിനി പറ്റില്ല, ഞങ്ങളുടെ കയ്യിലില്ല, മെഡിക്കൽ ഫീൽഡിലും ഉപേക്ഷിച്ച കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ വന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ നിരാശയിലും നമ്മുടെ കണ്ണുനീരും ഒക്കെ ഒപ്പിത്തരുന്ന ഒരു അമ്മയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ അമ്മയെ നമ്മുടെ കരം പിടിച്ച് ദൈവസന്നിധിയിലേക്കാണ് നമ്മുടെ ഓരോ കണ്ണുനീരും തുടച്ചു കൊണ്ടുപോകുന്നത്. ആത്മീയമായും ശാരീരികമായും നമുക്കൊരു സൗഖ്യം ലഭിക്കുന്ന ഒരിടമാണ് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധി. നമ്മളെ ആരെയും ഇവിടുന്ന് തള്ളിക്കളയാറില്ല. നമ്മൾ കരഞ്ഞ് അപേക്ഷിക്കുന്ന എന്ത് കാര്യവും അമ്മയാണ് ഈശോയുടെ അരികിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ വേദനകൾ കാണുന്നു, നമ്മുടെ മുറിവുകൾ അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ആ മുറിവുകൾക്ക് വേണ്ടിയിട്ടാണ് അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത്. അതുപോലെ തന്നെയുള്ളൊരു വലിയ സാക്ഷ്യമാണ് മിനി ജേസൺ എന്ന സഹോദരി നമ്മളോട് ഷെയർ ചെയ്തത്. അതായത് 10 വർഷത്തോളം പഴക്കമുള്ള ഒരു മുഴയായിരുന്നു മുഖത്തുണ്ടായിരുന്നത്. അത് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം കണ്ണടയ്ക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. വീണ്ടും ഒരു ഓപ്പറേഷന് പറഞ്ഞിരുന്നു. പിന്നീടാണ് ഇവർ ഉടമ്പടി വസ്തുക്കളായ, അതായത് സഹോദരനാണ് പറഞ്ഞത് ഉടമ്പടിയുടെ കാര്യം. പിന്നെ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും ഒക്കെ തേച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ഇവർ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്ത് ഈ മകന് ആ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നെ ഉണ്ടായിരുന്നത് 25 വർഷത്തോളം നീണ്ടിരുന്ന ഒരു കിഡ്നിയിലുണ്ടായിരുന്ന ഒരു കല്ലിൻ്റെ അസുഖമാണ്. അത് ഓരോ വർഷവും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. ഓരോ പ്രാവശ്യം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തോ ഒരു ടെമ്പററി ആയിട്ട് റിലീസ് ചെയ്യും, അത് ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും പോകണമായിരുന്നു. ആ ബുദ്ധിമുട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്നതാണ്. പിന്നീടാണ് ഉടമ്പടിയിലെ നിയോഗമായി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈശോയും അമ്മയും ഈ മകന് ആ രോഗസൗഖ്യം നൽകി കൊടുത്തത്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഉടമ്പടിയിൽ ഓരോ നിയോഗം സമർപ്പിക്കുമ്പോഴും സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. 25 വർഷവും 10 വർഷവും ഒന്നുമല്ല അമ്മയുടെ സന്നിധിയിൽ. നമ്മൾ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മളെ തൊട്ട് സുഖപ്പെടുത്തും. നമ്മളെ കൈപിടിച്ച് നമ്മുടെ കരങ്ങൾ പിടിച്ച് മുന്നോട്ട് നയിക്കുകയാണ്. നമ്മുടെ ഓരോ ദുഃഖങ്ങൾ അവർ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. അതുപോലെ തന്നെയാണ് ഈ മകളുടെ കാലിൻ്റെ വേദനയും 25 വർഷം ഉണ്ടായിരുന്ന ഷുഗറിൻ്റെ അസുഖവും. ഇതെല്ലാം നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തോടു കൂടിയാണ്. പല പ്രാവശ്യവും അച്ഛൻ അനുഗ്രഹിച്ച് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചാണ് ഈ വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കളായ തൈലവും കാശുരൂപവും ഉപ്പും തേനും നമുക്ക് തരുന്നത്. നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെയാണ്, രോഗസൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മളിത് ഓരോരോ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയും ഈശോയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന് നമ്മളെ സൗഖ്യപ്പെടുത്തുന്നത്. അതുപോലെ തന്നെയാണ് വീണ്ടും ഒരു നേർച്ച വസ്തുയുടെ ഉപയോഗമാണ് നമ്മൾ കാണുന്നത്. കിണറ്റിലെ വെള്ളത്തിൽ കൂത്താടി മൊസ്കിറ്റോ ബ്രീഡ് ഉണ്ടായിരുന്നു, കുറേ ഉണ്ടായിരുന്നു. ആ കൂത്താടി 6 വർഷത്തോളം അവർ ബുദ്ധിമുട്ടി ആ നല്ല വെള്ളം കിട്ടാനായിട്ട്. അത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് ആ കാര്യങ്ങളും ആ പരിശുദ്ധമ്മ ഇടപെട്ട് അതിൽ നിന്നും അവർക്ക് വിടുതൽ ലഭിച്ചത്. ഇതെല്ലാം ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രം കാണാവുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു കൃപയുടെ ഒരു നിരയാണ് നമ്മൾ ഇവരുടെ ജീവിതത്തിൽ കാണുന്നത്. ഓരോ കാര്യങ്ങളും 10 വർഷമായത് 25 വർഷമായതും 6 വർഷമായത് എല്ലാ വർഷങ്ങളെല്ലാം ഒന്നുമല്ല ഈശോയ്ക്കും അമ്മയ്ക്കും. നമ്മൾ വിശ്വാസത്തോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് സ്നേഹത്തോടെ ആ നിബന്ധനകളനുസരിച്ച് അവൻ പറയുന്ന പോലെ ചെല്ലുക ചെയ്യുക എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. ഉടമ്പടി അനുസരിച്ച് നമ്മൾ അവൻ പറയുന്ന പോലെ ചൊല്ലുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈശോയും അമ്മയും ചൊല്ലുന്ന പോലെ തന്നെ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ വഴിയൊരുക്കി തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ശാരീരികമായിട്ടും വളരെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളിലും ആയിരിക്കാം നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഈ സന്നിധിയിൽ വന്ന് നിന്ന് കരയുമ്പോൾ നമ്മുടെ വേദന ദൈവം കാണുന്നുണ്ട്, നമ്മുടെ മുറിവുകൾ ദൈവം കാണുന്നുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട്, നമ്മുടെ മുറിവുകളുണ്ടോ, ജീവിതത്തിൽ നഷ്ടമാണോ, എല്ലാം ആരും മനസ്സിലാക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ ഇവിടെ ഒരു ദൈവമുണ്ട്, ഇവിടെ ഒരു അമ്മയുണ്ട്. നമുക്ക് ദൈവം സുഖപ്പെടുത്തും, അമ്മ ആശ്വാസം നൽകുന്നു.
ആ കൃപയിൽ നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ നമുക്ക് നയിക്കാം. മിനി ജേസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.